ഇവിടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രമുഖ ഗാനരചയിതാവും കവിയുമൊക്കെയായ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ സാറാണ്. അതോടൊപ്പം അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്നത് ശ്രീ വിനോദ് വൈശാഖി സാറാണ്. ഇരുവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിനായി ശ്രീ വിനോദ് വൈശാഖി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വയലാർ രാമവർമ്മ എഴുത്തുകാരെ അഭിസംബോധന ചെയ്തത് കവിതയിലൂടെയാണ്. അഭിമാന രോമാഞ്ചമണിയുന്നു നിങ്ങൾക്കൻ അഭിവാദനങ്ങൾ ഞാൻ നൽകിടുമ്പോൾ, നവയുഗ സംസ്കാര ജയശംഖമൂതുന്ന കവികളെ സാഹിത്യ നായകരെ എന്നാണ്. കവികളും സാഹിത്യ നായകരും പൊതുവിൽ കലാകാരന്മാരെല്ലാം തിരുവനന്തപുരത്തെ വിവിധ വേദികളിൽ 42 വേദികളിൽ നിറഞ്ഞ് കലയോടൊപ്പം ചേർന്ന് ഒന്നാവുകയാണ്. കാര്യത്തിന് കണ്ണും കാതും നൽകുന്ന കലാകാരന്മാർ ആടുകയാണ്, പാടുകയാണ്, കേരളമാകെ ഉണരുകയാണ്. അവർ പറയുന്ന ശബ്ദം കേൾക്കാൻ കണ്ണുണ്ടോ കാതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആകാശത്ത് അമ്പിളിപ്പൂവഴകായി ഈ കലാകാരന്മാരെല്ലാം അവരുടെ ശബ്ദത്തെയും അവരുടെ സ്നേഹത്തെയും അവരുടെ സന്ദേശത്തെയും കേരളീയത്തെയും ഒക്കെ പറത്തിവിടുകയാണ്. വയലാറിൻ്റെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള പ്രിയപ്പെട്ട കവി ഏഴാച്ചേരി രാമചന്ദ്രൻ. കരിമേഘ പൊളി കീറി കരുമാരി തിരുപ്പന്തൽ, എരിവേനൽ കീറുകളാൽ കൂമ്പോല വിധാനങ്ങൾ, മകരത്തിനിടിത്തീയും മാർഗഴിയുടെ കണ്ണീരും, പന്നകനേർ മുടിവിതറിപ്പൊൻ വട്ടകൾ വിറകൊൾകെ, പണ്ടാരക്കുരുതിക്കായി ആടുകയാണടിയങ്ങൾ. ഈ വരികൾ മതി ദ്രാവിഡ ഭംഗിയുള്ള ഈ കവിയെ അടയാളപ്പെടുത്താൻ. 52 പുസ്തകങ്ങൾ, ഏറെയും കവിതാ സമാഹാരങ്ങൾ, സ്വന്തം ജീവിതത്തിൻ്റെ രക്തത്തിൽ നിന്നും അടർത്തിയെടുത്തവ. കയ്യൂർ മുതൽ നല്ലൂരിടത്തിലെ പെൺമണങ്ങൾ വരെ 52 പുസ്തകങ്ങൾ. കരയാതമ്മേ ഞങ്ങൾ പോകട്ടെ, മരിക്കാതെ തിരികെ വരും കോടി ജീവിതങ്ങളിലൂടെ, പിഞ്ചുകയ്യുകൾ നുള്ളിയെറിയും ചോരപ്പൂക്കൾ, നെഞ്ചിലേൽക്കുമ്പോൾ ഞങ്ങൾ ഉണരാതിരിക്കില്ല. ഈ മണ്ണിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രതിഭാധനന്മാരെയെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഓരോ പൂവും നിങ്ങളുടെ നെഞ്ചിലാണ് വീഴുന്നതെന്നും അത് വീഴുമ്പോൾ നിങ്ങളെല്ലാം ഉണർന്ന് ശബ്ദിക്കുമെന്നും ഏഴാച്ചേരി കവിതയിലൂടെ പറയുന്നു. എത്രയെത്ര കവിതകൾ! ഈ കവിതകളിലെല്ലാം കേരളീയ ജീവിതത്തിൻ്റെ സ്നിഗ്ധ ചിത്രങ്ങളും പഴമ്പാട്ടിൽ ഉറഞ്ഞു കിടക്കുന്ന നീറുന്ന ആത്മരോദനങ്ങളുമുണ്ട്. മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നിരവധി കവിതകൾ. തീപ്പെട്ടി കൊണ്ടൊരു തീവണ്ടി ഉണ്ടാക്കി മാത്തുണ്ണി മക്കൾക്കു നൽകി, ചേർത്തല സ്റ്റേഷൻ കഴിഞ്ഞതു പായുന്നു ഈർക്കിലി പാലത്തിലൂടെ. ഇത്രയും മനോഹരമായി ഒരു തീവണ്ടിയെ അവതരിപ്പിക്കാൻ ഏത് കവിക്കാണ് കഴിയുക? കേരളം അഭിമാനത്തോടെ മുന്നേറുകയാണ്. മുറ്റത്ത് കണ്ണും നട്ടൊരു മുത്തശ്ശി പാടുന്നു, മുടങ്ങാത്തൊരു പെൻഷൻ കാലം വന്നു വിളിക്കുന്നു. ഈ കേരളീയത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് മുത്തശ്ശിമാരാണ്, മുത്തച്ഛന്മാരാണ്. മുടങ്ങാത്ത പെൻഷൻ കാലം വന്നു വിളിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആ മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ഒരു കൈയടി കൊടുക്കാം, ഒരു നിറഞ്ഞ കൈയടി കൊടുക്കാം. ഏഴാച്ചേരിയുടെ കവിതയിലും ആ മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്. മുറുക്കി തുപ്പി ചുവപ്പിച്ച് പുറത്തേക്ക് തുപ്പുന്ന, നീട്ടി തുപ്പുന്ന ആ മുത്തശ്ശൻ്റെയും അതുപോലെ മുത്തിയുടെയും ഒക്കെ പുതിയ കാലത്തെ വരവേൽക്കുന്ന ഈ കവിയെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മഴ വരയ്ക്കുന്ന ഗുഹാചിത്രങ്ങൾ, എന്നിലൂടെ, കയ്യൂർ തുടങ്ങിയ നിരവധി കാവ്യപുസ്തകങ്ങളിലൂടെ ഏഴാച്ചേരി മഴയാകുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട
കവിതകളുടെ ഉടയവനാകുന്നു. അതുമാത്രമല്ല, ഹരിത കവിതകളുടെ കൂട്ടുകാരനാകുന്നു. പിന്നെ പൊളിറ്റിക്കൽ പോയട്രി അഥവാ രാഷ്ട്രീയ കവിതയുടെ തൻ്റെ ഇടമാകുന്നു. ഇന്ന് ഈ സദസ്സിൻ്റെ മുൻവശത്ത് സർഗധനനായ ശ്രീ VT മുരളി മാഷുണ്ട്. ഒപ്പം ഒത്തിരി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. 100 ചാപ്റ്ററുകളിലേക്ക്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ 100 ചാപ്റ്ററുകളിലേക്ക് കേരളത്തിലെ മലയാളം മിഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി നടപ്പിലാക്കുമ്പോൾ 4000-ഓളം പ്രവാസികളായ അധ്യാപകരും 50,000-ഓളം വിദ്യാർത്ഥികളും പല മേഖലകളിലിരുന്ന് വിദ്യ അഭ്യസിക്കുമ്പോഴും, അതുപോലെ SSLCക്ക് തുല്യതയായ നീലക്കുറിഞ്ഞി പരീക്ഷ ആദ്യം എഴുതാൻ ആരംഭിക്കുമ്പോഴും ഈ വേദിയിൽ പ്രിയപ്പെട്ട മധുസൂദനൻ നായരും VT മുരളി മാഷും അതുപോലെ മുരുകൻ കാട്ടാക്കട മാഷും ഞങ്ങളുടെ ഡയറക്ടറും ഒക്കെ വരുന്ന മനോഹരമായ നിറപ്പകിട്ടുള്ള വേദി ആസ്വദിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ അഭിമാനമായ ഏഴാച്ചേരി രാമചന്ദ്രനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക് നമുക്ക് കടക്കാം. ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനൽപമായ സന്തോഷത്തോടു കൂടിയാണ്, അഭിമാനത്തോടെയും കൂടിയാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. കേരളീയത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം, അതിന് എന്നെ തിരഞ്ഞെടുത്തത് വളരെ കൂടുതൽ സൗഭാഗ്യകരമായ സന്തോഷകരമായ ഒരനുഭവമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിശ്ചയമായും കേരളം എന്നത് അഭിമാനകരമായൊരു സാംസ്കാരിക വസ്തുതയാണ്. ആ അഭിമാനകരമായ സാംസ്കാരിക വസ്തുതയുടെ പിൻപാട്ടുകാരായി നിന്നുകൊണ്ട് മലയാള ജീവിതത്തെ പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സർഗപരമായ ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലയിൽ കലാപരമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് നിശ്ചയമായും കേരളം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലാണ് നാം കടന്നു പോകുന്നത്. മിഴികവർന്നൊരഴകിലാകെ മുഴുകിടുന്ന കേരളം, മലകൾ മഞ്ഞിൻ പുളകമാർന്ന് കുളിരൊഴുക്കും കേരളം എന്നെല്ലാം വളരെ മുൻപ് കവികൾ കേരളത്തിനെക്കുറിച്ച് ധാരാളമായി പാടിയിട്ടുണ്ട്. ശീമയിൽ നിന്നാദ്യമായി ഭൂമി ചുറ്റി വന്ന കപ്പൽ ഗാമകരയ്ക്ക് അടുപ്പിച്ച ദേശമൻ ദേശം, ഇങ്ങനെയും കവികൾ പാടിയിട്ടുണ്ട്, ഉള്ളൂരിനെ പോലെയുള്ള കവികൾ. ആ തരത്തിൽ വളരെ ഗൗരവപൂർണമായ പരിചിന്തനത്തിന് ലോക ഭൂപടത്തിൽ തന്നെ ഏതൊരു ഹൃദുപകർച്ചയിലും ഇടവരുത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മലയാള ദേശം, മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കാടും കൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കണ നാടുണ്ട് എന്നുള്ള പ്രസിദ്ധമായ ചലച്ചിത്രഗാനം, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് അഹമഹമികയ ഓടിക്കയറി വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഈ പറയുന്നതൊക്കെ നേരാകുമോ എന്ന് സംശയമുള്ളവരാണ്. പരിഹാസത്തോടുകൂടി മറ്റുള്ളവരുടെ വാക്കുകളെ ശ്രദ്ധിക്കാൻ കൂട്ടാക്കാത്ത ഒരു സമൂഹം പഠിക്കാനും പകർത്താനും വേണ്ടിയുള്ള ഒരു സമൂഹമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അന്യരിൽ നിന്ന് വേണ്ട തരത്തിൽ കാര്യങ്ങൾ പഠിക്കുകയും പകർത്തുകയും പുനരാവർത്തിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം വികാസ പരിണാമങ്ങളുടെ ഗ്രാഫ് വരയ്ക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ചരിത്ര പുസ്തകത്തിൽ ഇടം നേടുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഗൗരവ ബുദ്ധിയോടുകൂടി ആലോചിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഗൗരവ ബുദ്ധിയുള്ള ഒരു സമൂഹമാണ് ലോകത്തിൻ്റെ ഭൂപടത്തിൽ ആദ്യമായി കേരളത്തെ എഴുതി ചേർത്തത്. ഏപ്രിൽ 5, 57 ഏപ്രിൽ 5 എന്ന് പറയുന്ന ഒരു മഹത്തായ സുദിനം ലോകത്തിന് സംഭാവന ചെയ്തതിലൂടെയാണ് ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു, ചുണ്ടിൽ ഗാഥകൾ കരങ്ങളി, ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു എന്ന് വളരെ പ്രസിദ്ധമായ ഒരു പോരാട്ടപ്പാട്ടിലൂടെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മ ലോകത്തെങ്ങുമുള്ള മലയാളികളെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെ ചിലതാണ്. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി, യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ താമരമുകുളങ്ങൾ വിരിയുന്നത് വളരെ കൃത്യമായി കണ്ടുകൊണ്ട് അങ്ങനെ ചിലത് ഈ ജനതയ്ക്ക് വേണ്ടിയിട്ട് എഴുതി സമർപ്പിച്ച വയലാർ രാമവർമ്മയും പി ഭാസ്കരനും ONVയും
വൈലോപ്പിള്ളിയും എടശ്ശേരിയും കുഞ്ഞിരാമൻ നായരും സുഗതകുമാരി ടീച്ചറും അടക്കം വള്ളത്തോൾ, കുമാരനാശാൻ, ഉള്ളൂർ ഉൾപ്പെടെയുള്ള കവികളും MT വാസുദേവൻ നായരും SK പൊറ്റക്കാടും തകഴിയും കേശവദേവും ബഷീറും അന്തർജനവും അടക്കമുള്ള എഴുത്തുകാർ, യേശുദാസിനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള പാട്ടുകാർ, ദേവരാജൻ മാസ്റ്ററെ പോലെ, ബാബുരാജിനെ പോലെ, രാഘവൻ മാസ്റ്ററെ പോലെയുള്ള പ്രമുഖരായ സംഗീത സംവിധായകർ, ആ തരത്തിൽ കലാസാംസ്കാരിക മേഖലയിൽ കേരളത്തിൻ്റെ സർഗപരമായ സമ്പന്നത ഒരാൾക്കുമേ വിവരിക്കുവാൻ കഴിയാത്ത തരത്തിൽ അത്രയേറെ മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഓർമ്മിക്കേണ്ട ഒരവസരമാണ്. ഈ കേരളീയത്തിൻ്റേതായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട സുദിനങ്ങളിലൂടെ, നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചിലത് നിങ്ങളോട് പറയുവാൻ ചരിത്ര നിയോഗം എന്നുള്ള മട്ടിൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. വിനോദ് വൈശാഖി പറഞ്ഞതുപോലെ നിശ്ചയമായും ഓർമ്മിക്കേണ്ട നിമിഷങ്ങളെ താലോലിച്ച് ആവാഹിച്ച് മനസ്സിലിരുത്തി തേനും കുളിരും നൽകി പുനരാവിഷ്കരിക്കുവാനുള്ള സർഗപരമായ വിവേകബുദ്ധി മലയാളികൾക്ക് എല്ലാ കാലവും ഉള്ളതുകൊണ്ടാണ് SK പൊറ്റക്കാടും തകഴി ശിവശങ്കരപ്പിള്ളയും MT വാസുദേവൻ നായരും അടക്കമുള്ള മഹാപ്രതിഭകൾ, വിശ്വപ്രതിഭകളെ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ കേരളത്തിന് കഴിഞ്ഞത് എന്നുള്ളത് അഭിമാനത്തോടെ വീരപുളകങ്ങളോടുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇന്ത്യ കേട്ട ഏറ്റവും മനോഹരമായ കാതര ധീരസ്വരമേത് എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾ പറയുന്ന മറുപടി മുഹമ്മദ് റാഫിയുടെ ശബ്ദമാണ് എന്ന് ആണെങ്കിൽ തന്നെയും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാതര ധീരസ്വരം യേശുദാസിൻ്റെ ശബ്ദമാണ് എന്ന് ഉറക്കനെ പറയുവാൻ കഴിയുന്ന തരത്തിൽ, ആ തരത്തിൽ എല്ലാ മേഖലകളിലും പരിവർത്തനത്തിൻ്റെ പടവാൾ കിലുക്കത്തിൽ ഉണരുന്ന നാട്ടിൻപുറങ്ങളെ സുസജ്ജമാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള സർഗപാടവം ലോകത്തിന് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കേരളീയം പരിപാടി എന്ന് പറയുമ്പോൾ നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരവസരമാണ്. നമുക്ക് നമ്മുടേതായ കഴിവെത്രമാത്രമുണ്ട് എന്നുള്ളത് അറിയാത്തവർ പരിഹാസത്തോടുകൂടി, മറ്റുള്ളവരെ പുച്ഛത്തോടുകൂടി വീക്ഷിക്കുന്നവർ ആവരുത്. ചരിത്ര പുസ്തകത്തിൽ നാം നമ്മളെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നിശ്ചയമായും കേരളത്തിൻ്റെ മഹിമയെത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെ ചെന്നാലും മലയാളി ചെന്നുപെടാത്ത ഒരൊറ്റ സ്ഥലം പോലുമില്ലവർ. അവിടെ മുഴുവൻ അവരുടേതായ വിരൽത്തുമ്പുകൾ കൊണ്ട്, സർഗപ്രക്രിയ കൊണ്ട് തനതായിട്ടുള്ള ഇടം സ്ഥാപിച്ച് മടങ്ങി വന്ന മനുഷ്യർ. അവർ ഭൂമിയെ മുഴുവൻ കീഴടക്കി വന്ന വിശ്വവരന്മാരുടെ പദവിയിലേക്ക് ഉയർന്ന SK പൊറ്റക്കാടിനെ പോലെയുള്ളവർ ജീവിച്ചിരുന്ന ഈ കേരളം എന്ന് പറയുന്ന മണ്ണ് മലയാള ദേശത്തിൻ്റെ അഭിമാനമാണ്. MT വാസുദേവൻ നായരും ഉറുവും SK പൊറ്റക്കാടും യേശുദാസും അതുപോലെയുള്ള വളരെ പ്രമുഖന്മാരായിട്ടുള്ളവർ, വിവിധ മേഖലകളിലെ കലാകാരന്മാർ, രാഘവൻ മാസ്റ്ററെ പോലെയുള്ള സംഗീത സംവിധായകർ, യേശുദാസിനെ പോലെ, ദേവരാജൻ മാസ്റ്ററെ പോലെയുള്ള മഹാപ്രതിഭകൾ, തകഴിയെ പോലെയുള്ള എഴുത്തുകാർ, ഇങ്ങനെ ഏതു മേഖലയിലും മലയാളിത്വത്തിൻ്റെ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള അഭിമാനകരമായ ദൃശ്യം എനിക്കും നിങ്ങൾക്കും സന്തോഷം ചേർക്കുന്ന, വീരപുളകമണിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണനിമിഷത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇങ്ങനെ ചിലതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഇത്ര ആവേശഭരിതനായി സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ പോരെ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവാം. അവരറിയാൻ വേണ്ടി പറയുന്നത് ഭൂതകാല ജീവിതത്തിൻ്റെ ഗുണപരിണതയും വിധാന സൗഭാഗ്യങ്ങളും എന്ത് എന്നറിയുവാൻ ബാധ്യതപ്പെട്ടത് യുവതലമുറയാണ്. ആ യുവതലമുറ ബാഹ്യപരിലാളനങ്ങളുടെ വെറും വായനക്കാർ മാത്രമായി മാറി അധപ്പതിക്കുന്നിടത്താണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുർനിയമങ്ങളുടെ ആരംഭം എന്ന് ഞങ്ങളിൽ ചില ആളുകൾ വിശ്വസിക്കുകയാണ്. SK പൊറ്റക്കാടിനെ പോലെ ലോകത്തിൻ്റെ മൂന്നിലൊരു ഭാഗവും സഞ്ചരിച്ച് തിരിയുമെന്ന മഹാനായ പൊറ്റക്കാട് ഒരിക്കൽ പറഞ്ഞു, മലയാളി ഏറ്റവും മഹാനും ഏറ്റവും സമർത്ഥനവുമാണ് ലോകത്ത്. പക്ഷേ മലയാളിക്കുള്ള ഏറ്റവും വലിയ ദൗർഭാഗ്യം മലയാളിക്ക് മലയാളിയെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്ന് പൊറ്റക്കാട് പറഞ്ഞു. എങ്കിൽ ഈ 2023 നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ് എന്നുള്ളത് സങ്കടത്തോടുകൂടി ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പുനർവിചിന്തനത്തിൻ്റെ ഒരവസരം കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്.
ശീമയിൽ നിന്നാദ്യമായി ഭൂമി ചുറ്റി വന്ന കപ്പൽ ഗാമകരയ്ക്ക് അടുപ്പിച്ച ദേശമൻ ദേശം. ഉള്ളൂർ ഇങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ മിഴുകവർന്നോരഴകിലാകെ മുഴുകിടുന്ന കേരളം, പരശുരാമൻ വഴുവെറിഞ്ഞ കഥ പറഞ്ഞ കേരളം എന്ന് പാട്ടുകാർ വേറെ മാറി നിന്നുകൊണ്ട് പറഞ്ഞുവെങ്കിൽ കെ രാഘവനെ പോലെയുള്ള ഏറ്റവും പ്രമുഖനായ ഒരു സംഗീത സംവിധായകൻ, ദേവരാജനെ പോലെയുള്ള ഏറ്റവും വലിയ ജനകീയ മുഖമുള്ള ഒരു സംഗീത സംവിധായകൻ, ഇങ്ങനെ ബാബുരാജിനെ പോലെ ഏറ്റവും വലിയ മനോഹരങ്ങളായ നൂറുകണക്കായ പാട്ടുകൾ നമുക്ക് സംഭാവന ചെയ്തവർ, അവരെല്ലാം കേരളത്തിൻ്റെ വീരപുളകങ്ങളിൽ പെടുന്നവരാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കേരളം ഇന്നേ വരെ കേട്ടതിൽ നമ്മൾ കണ്ടിട്ടുള്ള മുഴുവൻ സിനിമകളും നാടകങ്ങളും എടുത്ത് വെച്ചാലും ഏറ്റവും കൂടുതൽ ഒരു പാട്ടിൻ്റെ ഗ്രാമഫോൺ റെക്കോർഡ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നതിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന കിട്ടിയ ഗ്രാമഫോൺ റെക്കോർഡ് ഏത് എന്ന് ചോദിച്ചാൽ സംശയരഹിതമായിട്ട് കൊളംബിയക്കാർ വരെ ഉറപ്പിച്ചു പറയുന്നത് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന പാട്ട് 50കളുടെ ആദ്യമാദങ്ങളിൽ വെളിച്ചം വന്ന ഈ സിനിമാ പാട്ടാണ്. ഇന്നേ വരെ മലയാള സിനിമയുടെ ഈ ജീവചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന കിട്ടിയ ഒരു ചലച്ചിത്ര ഗാനം എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുമ്പോൾ അത് ചെയ്തത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഉത്തര കേരളത്തിലെ ഒരു കലാകാരനാണ്. സംഗീതം ചെയ്ത് യേശുദാസോ അതുപോലെയുള്ള പ്രമാണിമാരൊന്നുമേ അല്ല, സംഗീത സംവിധാനം നിർവഹിച്ച രാഘവൻ മാഷ് തന്നെ ആ പാട്ട് പാടുകയും പി ഭാസ്കരനെ പോലെയുള്ള ഏറ്റവും പ്രമുഖനായ മലയാളത്തിൻ്റെ പാട്ടെഴുത്തുകാരിൽ ഒരാൾ അങ്ങനെ ഒരു പാട്ട് എഴുതുകയും ചെയ്ത് അങ്ങനെ 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 മലയാളത്തിൻ്റെതായ അഭിമാനം നമുക്ക് വിവരണാതീതമായ വീരപുളകങ്ങൾ നമ്മളിൽ ചാർത്തുന്ന ഒരവസരത്തിലാണ് കേരളീയം എന്നൊരു പരിപാടി ഇങ്ങനെ ഒന്ന് ചെയ്യുവാൻ സന്മനസ്സുണ്ടായ കേരളത്തിലെ ഗവൺമെൻറ് വികാസ പരിണാമങ്ങളുടെ സർഗപരമായ ഭൂപടം വരയ്ക്കുന്നതിൽ വളരെ കൂടുതൽ മുന്നിലാണ് നിൽക്കുന്നത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർ. കേരളത്തെ സാംസ്കാരിക മേഖലയിലും ഞങ്ങൾ ഇന്ത്യയിൽ ഒന്നാമത്തേത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൗരവപൂർണമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഇങ്ങനെ ഒന്ന് ഈ വിശാലമായ ഹാളിൽ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ആളുകളുടെ മുൻപിൽ ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞ് ഒരു വിലങ്ങുതടിയായി നിൽക്കണം എന്ന് ഒരു തരത്തിലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും പറയുവാനുള്ള ഒരു കാര്യം, നേട്ടങ്ങൾ കാണുക, കോട്ടങ്ങൾ തീർക്കുക എന്നുള്ളത് തന്നെയാണ്. നേട്ടങ്ങൾ കാണുകയും കോട്ടങ്ങൾ തീർക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഭൂപടങ്ങളിൽ ഒരു നിവർന്നു, ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു, ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂച്ചണ്ടുകൾ പുതിയ പൗരനുണർന്നു എന്ന് 50കളുടെ രണ്ടാം പാദത്തിൽ ഒരു പാട്ടെഴുതി മലയാളിക്ക് സമർപ്പിച്ച് അങ്ങനെ മലയാളത്തിൻ്റെ ഭാവികാല ജീവിതത്തിൻ്റെ ജാതകം കുറിച്ച ദേവരാജൻ മാഷെ പോലെയുള്ള പ്രമുഖരായ കലാകാരന്മാർ, സംഗീത സംവിധായകർ, അതുപോലെ തന്നെ വയലാർ രാമവർമ്മയെ പോലെയുള്ള അതിപ്രഗത്ഭനായ ഒരു ഗാനരചയിതാവ്, ഒരു കവി, ജനകീയ പക്ഷത്ത് ജീവിതകാലം അത്രയും ജീവിച്ച് മരിക്കാതെ നമ്മുടെ മനസ്സിലേക്ക് മടങ്ങിയ വയലാർ രാമവർമ്മയെ പോലെയുള്ള പ്രമുഖരായ ഗായകന്മാർ, ഇവരെല്ലാം ചേർന്ന കേരളം സമ്പന്നമാണ് എന്നുള്ളത് നാം ഓർമ്മിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ സുന്ദരമായ ശബ്ദം ആരുടേത് കേട്ടത് എന്ന് ചോദിച്ചാൽ യേശുദാസ് എന്നാണ് മലയാളിയായി എനിക്ക് സംശയലേശമെന്നേ പറയുവാൻ കഴിയുന്നത്. അങ്ങനെയെല്ലാമുള്ള കേരളത്തിൻ്റെ സാംസ്കാരികോത്സവം, ഹരിതസമൃദ്ധമായ കേരളത്തിൻ്റെ സർഗോത്സവം, അതിൻ്റെ ഒരു തുടക്കം ഈ മൈതാനത്ത് ആരംഭിക്കുമ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കഴിഞ്ഞതിൽ അനൽപമായ സന്തോഷമുണ്ട് എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിക്കുവാനുള്ള ഹൃദയവിശാലത കാണിച്ച വിനോദ് വൈശാഖി, കവിയായ എഴുത്തുകാരനായ സാംസ്കാരിക പ്രവർത്തകനായ ഒരാളുടെ സാന്നിധ്യം ഞങ്ങളെപ്പോലെയുള്ളവർക്ക് താങ്ങും തണലും തൂണും തുണയും തേനും തിനയുമായി മാറുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഈ ഗുണപരമായിട്ടുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരൊറ്റ മനസ്സോടെ ഒരൊറ്റ ശരീരത്തോടെ മുന്നോട്ട് പോകുവാൻ മലയാളിക്ക് കഴിയട്ടെ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
പുഴയൊഴുക്കിൻ്റെ തെളിമയായി, കുടപ്പനകൾ തൻ താളപ്പൊലിമയായി, വെയിൽ മെടഞ്ഞ തെങ്ങോല വടിവായി, അമ്മ തൻ അമൃതധാരയായി, മഴയായി, ജീവൻ്റെ കുളിർമയായി നമ്മുടെ ഏഴാച്ചേരി പെയ്തിറങ്ങി. അദ്ദേഹത്തിന് കേരളീയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ചന്ദന മണിവാതിൽ പാതി ചാരി എന്ന പാട്ടുകൊണ്ട് ഏഴാച്ചേരിയെ തിരിച്ചറിഞ്ഞവരുണ്ട്. എന്നാൽ അതിനപ്പുറം മനോഹരമായ പ്രസംഗം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ ഏഴാച്ചേരിയെ ഒപ്പം നിർത്തി, നെഞ്ചോട് ചേർത്ത് നിർത്തി, നമ്മളിൽ ഒരാളാണ് എന്ന മുദ്ര ചാർത്തി അഭിനന്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. ദേശാഭിമാനിയിലെ ഡെസ്കിൽ വളരെ കാലം പത്രപ്രവർത്തനത്തിൻ്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ഈ കവി പുതിയ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യരോടും നീതി പുലർത്തിക്കൊണ്ട് ഇപ്പോഴും സഞ്ചരിക്കുന്നു. പ്രിയപ്പെട്ട കവിക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിൻ്റെ ഫിനാൻസ് ഓഫീസറും ഈ വേദിയുടെ കോർഡിനേറ്ററുമായ ശ്രീ പ്രവീണിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനനായ ഏഴാച്ചേരി രാമേന്ദ്രൻ സാർ, വിനോദ് സാർ, പ്രിയമുള്ള മാന്യ സദസ്സിന് നമസ്കാരം. ഈ സാംസ്കാരിക സന്ധ്യയെ ഇത്രമേൽ വർണ്ണാഭമാക്കിക്കൊണ്ട് ശ്രദ്ധേയമായൊരു പ്രഭാഷണം കാഴ്ചവെച്ച ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിന് സാംസ്കാരികാര്യ വകുപ്പിൻ്റെ പേരിലുള്ള നന്ദി, ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം ആമുഖ ഭാഷണം കാഴ്ചവെച്ച പ്രിയപ്പെട്ട വിനോദ് വൈശാഖി സാറിനും സാംസ്കാരികാര്യ വകുപ്പിൻ്റെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഉടൻ തന്നെ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ മലയാളം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ മുരുകൻ കാട്ടാക്കട സാറ് അണിയിച്ചൊരുക്കിയ മാഷോ തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വേദി മലയാളം മിഷൻ്റെ വേദിയാണ്. ലോക രാജ്യങ്ങളിൽ എവിടെയെല്ലാം മലയാളിയുണ്ടോ അവിടെയെല്ലാം മലയാളം, ഉടുപ്പിലും നടപ്പിലും മലയാളം. ലോക മലയാളികളുടെ അഭിമാനമായ മുരുകൻ കാട്ടാക്കട മാഷ് ആശയവും ആവിഷ്കാരവും നൽകുന്ന മലയാള മിഷൻ്റെ മാഷോ ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാം അഹങ്കാരമായ വാക്കായ പ്രിയപ്പെട്ട മധുസൂദനൻ നായർ ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം, അച്ഛൻ പഠിപ്പിച്ച വാചാ പ്രസംഗത്തിൽ ഉച്ചത്തിലോതേണ്ട വാക്കിലോ ഭാരതം എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസർ വി മധുസൂദനൻ നായർ സമാരംഭം കുറിക്കുന്ന PT മുരളി മാസ്റ്റർ നമ്മുടെ ഇടയിലേക്ക് പെയ്തിറങ്ങുന്ന ഈ സന്ധ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ വഴിമാറുന്നു. എല്ലാവർക്കും മലയാള മിഷൻ്റെ, കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ കേരളീയ ആശംസകൾ. നമസ്കാരം. പ്രിയമുള്ളവരെ, മലയാളത്തിൻ്റെ മഹോത്സവം കേരളീയം 2023 മലയാള കവിതകളിലൂടെയുള്ള ഒരു യാത്ര. ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യം. ചിന്തകളുടെ ഗന്ധകപുരയ്ക്ക് അഗ്നി പടർത്തുന്ന ദൃശ്യാവിഷ്കാരങ്ങളായി കാവ്യം 2023 ആരംഭിക്കുന്നു. ഒരു മണൽക്കൂനയെ തട്ടിത്തെറിപ്പിക്കുന്ന ലാഘവത്തോടെ സാധാരണക്കാരൻ്റെ ജീവിതം ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രമേയങ്ങളുമായി ആ സാമൂഹ്യ അവസ്ഥയ്ക്ക് നേരെ തൂലിക കൊണ്ട് കവിത രചിച്ച മഹാകവികളുടെ കവിതയിലൂടെ ഒരു ദൃശ്യയാത്ര. പ്രതിഭ കൊണ്ട് മാറ്റു തെളിയിച്ച 68ഓളം കലാകാരന്മാരും 18 കവികളും അരങ്ങിലെത്തുന്നു. മലയാള മിഷൻ സ്വാഭിമാനം അവതരിപ്പിക്കുന്നു മാഷോ കാവ്യം 2023.
ഹാ ഹാ വല്ലഭേ സീതേ ഹാ ഹാ മൈഥിലി നാഥേ ഹാ ഹാ ജാനകി ദേവി ഹാ ഹാ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടു മടിയാതെ ഇത്തരം പറയുകയും കാനനം തോറും നടന്നത്ത പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞ് വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടൂ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളുമുണ്ടോ കണ്ടു ഇത്തമോരോന്നേ പറഞ്ഞതയും ദുഃഖം പൂണ്ടു സത്വരം നീളെ തീരത്തെങ്ങുമേ കണ്ടീലല്ലോ വാപ്പിളർ നീടു നീ എന്നവൾ ചൊൽകയാൽ വാപ്പിളർ നീടിനാൻ ബാലനപ്പോൾ മണ്ണിനെ കാണാനും മാതാവു താനപ്പോൾ കണ്ണൻ തൻ വായിലെ നോക്കുന്നേരം മണ്ണെല്ലാം അങ്ങവൻ വായിലെ കാണായി മണ്ണിനെ അല്ലവൾ വിണ്ണും കണ്ടാൾ വിണ്ണിനെ കാണുകയാൽ വിസ്മയം പൂണ്ടവൾ പിന്നെയും ചെഞ്ചെന്നേ നോക്കും നേരം മറ്റുള്ള ലോകങ്ങളൊക്കവേ കാണായി തെറ്റെന്ന പൈതൽ തൻ വായിൽ തന്നെ ഇത്തം പറഞ്ഞതി ക്രുദ്ധനാം പാണ്ഡവൻ നത്തഞ്ചരാരാതിദാസന്റെ പുച്ഛാഗ്രമുത്തുംഗമാകും ഗത കൊണ്ടുപൊക്കുവാൻ അത്യന്ത വേഗേന ചെന്നെടുത്തിടിനാൻ ദീർഘം പെരുത്തൊരു പുച്ഛം ഗത കൊണ്ടുപൊക്കുവാനായി പ്രയത്നം തുടങ്ങിനാൻ രണ്ടു കരങ്ങളെ കൊണ്ടു പിടിച്ചുടൻ രണ്ടു മൂന്നട്ടഹാസം മുഴക്കി ഗത കൊണ്ടുടൻ തിക്കി കുലുക്കി പലവിധം കൊണ്ടുമിളക്കം തരിമ്പില്ല വാലിനു നീണ്ടൂതടിച്ചൊരു പുച്ഛാഗ്രഭാഗത്തു രണ്ടു രോമം പോലുമെങ്ങുമിളകില കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന്നു നാം വൃഥ അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം മധ്യാനാർക്ക പ്രകാശമിരിക്കവേ ഖദ്യോദത്തെയോ മാനിച്ചു
കൊള്ളേണ്ടു. ഭാരതക്ഷമേ, നിന്റെ പെൺമക്കളടുക്കളക്കാരികൾ, വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ, നരന്നു ഗർഭധാന പാത്രങ്ങളാ ജന്മാന്തം, പരതന്ത്രകൾ പശുപ്രായകൾ അബലകൾ, ആടയും പണ്ടങ്ങളും കൊണ്ടുമേയാകെ കൂടി, മൂടിനയന്ത്രക്കളിപ്പാവകൾ വരാകികൾ, ചാരത്തെത്തിയോരോമന പൂങ്കുല പാരാതാഞ്ഞൊടിച്ചായതു നോക്കിയും, ചാരുനേത്ര മരത്തിലിടത്തു തോൾ ചാരിച്ചാഞ്ഞു ചരിഞ്ഞ മിഴികളാൽ, ദൂരമേവുന്ന ഭിക്ഷുവിനായി കരും താരണിമാലമേഘമായി നിർമ്മിച്ചും, പാരിലൊറ്റക്കാലൂന്നി നിലകൊണ്ടാൾ മാരദൂതിയെ പോൽ തെല്ലിട സുന്ദരി. കേരളജാതന്മാർ നാം എങ്ങു ചെന്നു പാർത്താലും, കേരള നാട്ടിൽ താനത്രേ വാഴൂ. ദൂരദൂരങ്ങളിൽ ആപതിക്കുമ്പോഴും സൂര്യനിൽ താനല്ലോ തദ്രശ്മികൾ. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം, കേരളമെന്നു കേട്ടാലും തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. കാലേ രാവു നിറന്ന നിലാവാൽ കമുകിൻ പൂവരി തൂകി, തൂമയിലെതിരേറ്റങ്ങനെ നിൽക്കും വഴിയെ എഴുന്നള്ളുകയാണുണത്തപ്പൻ. ആർപ്പു വിളിക്കുവിനുണ്ണികളെ, അലക്കടലേ മേന്മേൽ കുരവയിടൂ, കൊച്ചരുവികളെ ചെറുകന്യകളെ, നല്ലതിഥി നമുക്കിനിയാരിതുപോൽ. പാടേ തിരശീല വീണു ഹാമൽ, പ്രേമ നാടകം തീർന്നു ജയിച്ചു ജയിച്ചു ഞാൻ. ജീവിതം ഹാ ഹാ കിതയ്ക്കുന്നു മന്മനം, ഇല്ല ഞാൻ എന്നെ നശിപ്പിക്കയില്ലൊരു പുല്ലാങ്കുഴലിനു വേണ്ടിയൊരിക്കലും. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ, എന്തൊരു മേഷമാണതിൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ, കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. ആയിരമുണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, ആയിരം കാവുകളിലൂഞ്ഞാലിടുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, അഞ്ചിതൾ പൂക്കളായി കൈയാട്ടി അമ്പലപ്രാവായി നീ കുറുകുന്നതും, ആയിരം പുഴകളുടെ ഓളങ്ങളായി എൻ്റെ ആത്മഹർഷങ്ങളെ താളം പിടിപ്പതും, പൂവാകയായി പുത്തിലങ്ങിയായി കൊന്നയായി പുത്ത
നമസ്കാരം. മലയാളത്തിൻ്റെ മഹോത്സവത്തിലേക്ക് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന സഹൃദയരായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാ എന്ന് പറയുന്നൊരു ഷോ ഇന്ന് ഔപചാരികമായി ഇവിടെ അരങ്ങേറുകയാണ്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്കുണ്ടായിരുന്ന സ്വാധീനം കാലാകാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. കേരളീയം എന്ന് പറയുന്ന വലിയ ഒരു പരിപാടിയുടെ ഭാഗമായി മലയാള മിഷൻ സംഘടിപ്പിക്കുന്ന ഈ മാ ഷോ എന്ന് പറയുന്ന കാവ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പരിപാടിയാണിത്. ഒരു സംസ്ഥാനത്തെ ആ സംസ്ഥാനത്തിൻ്റെ ഭാഷ എത്രമാത്രം അതിൻ്റെ സാംസ്കാരികമായ തലങ്ങളിലേക്ക് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൻ്റെ മലയാള ഭാഷ. അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രം തന്നെ നിങ്ങൾ ഇതിൽ കണ്ടു കഴിഞ്ഞു. ഇനി വാക്കുകൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ഇടപെടുന്ന മേഖലകൾ കൊണ്ടും സംസാരിക്കുന്നതിൻ്റെ വിഷയം കൊണ്ടുമൊക്കെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിനെ ഭാഷ കൊണ്ട് ഇതുവരെ സ്വാധീനിച്ച, രൂപപ്പെടുത്തിയെടുത്ത, ജീവിച്ചിരിക്കുന്ന, മരണപ്പെട്ടു പോയ എല്ലാ മഹാപ്രതിഭകൾക്ക് മുമ്പിലും നമസ്കരിച്ചുകൊണ്ട് ഈ ഷോയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായ, ഹൃദയം കൊണ്ട് വർത്തമാനം പറയുന്ന, എന്നെപ്പോലുള്ള ആളുകളൊക്കെ വളരെയധികം വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ എന്ന മധുസൂദനൻ സാറിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വരണം സാർ. നമസ്കാരം. ദോഷം. ആ എല്ലാ ഗുരുജനങ്ങൾക്കും കൂടപ്പിറപ്പുകൾക്കും കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും എളിയ നമസ്കാരം. അനന്തപുരിയിൽ അനന്തകാലങ്ങൾ സ്മൃതിയായി നമുക്ക് കൂട്ടുവരുന്ന ഒരു വലിയ മഹോത്സവം തന്നെയാണ് കേരളീയം. ഇത് വിഭാവനം ചെയ്ത സർക്കാരിനെ ആദ്യം നമസ്കരിക്കുന്നു. എന്തുകൊണ്ട്? ഒരു ജനതയ്ക്ക് ഒരു മനസ്സ് വേണം. ഒരു ജനതയ്ക്ക് സ്വന്തം ഓർമ്മകൾ വേണം. ആ സ്വന്തം ഓർമ്മകളാണ് ഒരു സമൂഹത്തിൻ്റെ സ്നേഹതന്തുക്കൾ. ആ സ്നേഹം കൊണ്ട് വേണം സമൂഹം അന്യോന്യം ബന്ധപ്പെടേണ്ടുന്നത്. ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നു എന്ന് നമുക്കറിയാം. എനിക്ക് എൻ്റെ മുന്നിലുള്ള കൂടപ്പിറപ്പുകളെ നേരെ കാണാൻ പറ്റുന്നില്ല. സത്യമാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് വെളിച്ചം എൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. വെളിച്ചം എൻ്റെ കണ്ണിൽ കൂടുമ്പോൾ മുന്നിലുള്ള കാഴ്ചകൾക്ക് തെളിച്ചം കിട്ടില്ല. അറിവ് എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വെളിച്ചങ്ങൾ എൻ്റെ കണ്ണിലും മനസ്സിലും വീഴുന്നുണ്ട്. ആർഭാടം എന്ന് എന്നെ വിഭ്രമിപ്പിക്കുന്ന ഒരുപാട് വെളിച്ചങ്ങൾ എൻ്റെ കണ്ണിലും മുന്നിലും വീഴുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെപ്പോലും നേരെ കാണാൻ വയ്യ. മറ്റുള്ളവനെ ഒട്ടും കാണുന്നില്ല. മറ്റുള്ളവനെ കാണാതാവുമ്പോൾ ഞാൻ സമൂഹത്തെ വിസ്മരിക്കുന്നു. പുതിയ കാലം എന്നിലെ സ്വാർത്ഥനെ വളർത്താൻ മാത്രമാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ കൂടെയുള്ള എന്നെ ഞാനാക്കുന്ന ഒരു തുമ്പിയെയും ഒരു പുഴയെയും ഒരു കൂടപ്പിറപ്പിനെയും ഒരു ജോലിക്കാരനെയും അയൽവക്കക്കാരനെയും അറിയാൻ സമ്മതിക്കുന്നില്ല.
അത്രയ്ക്കും ഞാൻ ഒറ്റപ്പെട്ടു. അങ്ങനെ ഒറ്റപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം എന്നിലെ സമൂഹ പുരുഷൻ മരിച്ചു, അല്ലെങ്കിൽ എന്നിലെ സമൂഹ പുരുഷൻ പുറത്താക്കപ്പെട്ടു എന്നാണ്. സമൂഹ പുരുഷൻ പുറത്താക്കപ്പെടുമ്പോൾ ഞാൻ കേവലം ശൂന്യനാവുന്നു. എന്തോ നൊട്ടി നുണയുന്ന, എപ്പോഴും തിന്നും കുടിച്ചും പ്രകടിപ്പിച്ചും സ്വയം നടിക്കുന്ന ഒരു പൊള്ള ജീവിയായി മലയാളി മാറിയിരിക്കുന്നു. അവനെ ഒരുമിപ്പിക്കാൻ നമുക്ക് ഹൃദയത്തിൻ്റെ ഉത്സവങ്ങൾ, ഓർമ്മകളുടെ ഉത്സവങ്ങൾ ആവശ്യമാണ്. അവിടെയാണ് ഒരു ഭാഷ എന്താണ് എന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ വാചാലനായി പോകുന്നു, ചുരുക്കണം എന്നെനിക്ക് തോന്നുന്നു. ഭാഷയാണ് ജീവിതം, ഭാഷയാണ് ഓർമ്മ, ഭാഷ തന്നെയാണ് സംസ്കാരത്തിൻ്റെ സ്വരം, ഭാഷ തന്നെയാണ് ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന മഹാസംഗീതം, ഭാഷയാണ് നമ്മുടെ ചരിത്രം, ഭാഷ തന്നെയാണ് നമ്മുടെ വികാരം, സ്വപ്നം, എല്ലാ വിധത്തിലുമുള്ള സർഗശേഷി. അതെല്ലാം സ്വരത്തിനുള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന, സ്വരത്തിൻ്റെ തുള്ളികളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു മഹാനദിയാണ് ഭാഷ. ഈ മഹാനദി കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ആ മഹാനദിയെ നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഈ മലയാളം മിഷൻ അവതരിപ്പിക്കുന്ന ഈ കാവ്യം എന്ന പരിപാടിയുടെ അർത്ഥം ചിലപ്പോൾ മനസ്സിലായേക്കും. നൂറ്റാണ്ടുകളിലുടനീളം കവിത നമ്മളിൽ നിന്ന് അകന്നല്ല നിന്നത്, കൂടെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി വെറുതെ കളിക്കുമ്പോൾ പോലും ഒന്നാനാം കൊച്ചുതുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നു വന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. ഒന്നാനാം കൊച്ചുതുമ്പി എൻ കൂടെ പോരുമോ നീ, നിൻ കൂടെ പോന്നു വന്നാൽ എന്തെല്ലാം തരുമെനിക്ക്. ഏതോ കുട്ടി പാടിയതോ ഏതോ വലിയ കവി പാടിയതോ എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഒരു കുഞ്ഞും ഒരു തുമ്പിയും ചങ്ങാത്തം വയ്ക്കുന്നത് കാണാം. തുമ്പിച്ചങ്ങാത്തം നഷ്ടപ്പെട്ടു പോയ കാലം, പുഴച്ചങ്ങാത്തം നഷ്ടപ്പെട്ടു പോയ കാലം, കാറ്റിന് പോലും വില കൊടുക്കേണ്ടി വരുന്ന കാലം. ഈ കാലത്ത് ഈ വരി, പണ്ടത്തെ കേരളത്തിൻ്റെ മനോഹരമായ ബന്ധത്തിൻ്റെ വരി നമ്മെ എന്തോർമ്മിപ്പിക്കും എന്ന് ആലോചിക്കണം. ഇതാണ് നമ്മുടെ നാട്. തുമ്പിയോടുപോലും ഹൃദയബന്ധമുണ്ടായിരുന്നവൻ്റെ നാട്, പുഴയോട് ചങ്ങാത്തം ഉണ്ടായിരുന്നവൻ്റെ നാട്, കാറ്റിൽ പോലും സ്വന്തം സുഗന്ധം കണ്ടെത്തിയിരുന്നവൻ്റെ നാട്. അങ്ങനെ ലോകമനോഹരമായ ഒരു പ്രകൃതിയുള്ള നാട്ടിൽ, ഏറ്റവും നല്ല സംശുദ്ധമായ ജലമുള്ള നാട്ടിൽ, അതിന് തക്ക പാട്ടുകളും എല്ലാം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഓരോ ബിന്ദുവും ആരാധനയും ഉല്ലാസവും കളിയും കഥപറച്ചിലും കൃഷിയും സർവവും പാട്ടോടുകൂടിയതായി. എവിടെയും എന്നും കവിതയുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ താരാട്ടുമ്പോൾ പോലും അമ്മയുടെ സ്വന്തം സംഗീതം ഉണ്ടായിരുന്നു. പാടത്ത് കൃഷി ചെയ്യുമ്പോൾ സംഗീതം ഉണ്ടായിരുന്നു. കുട്ട നെയ്യുമ്പോൾ സംഗീതം ഉണ്ടായിരുന്നു. നിലവിളിക്കുമ്പോൾ പോലും സംഗീതം ഉണ്ടായിരുന്നു. അതാണ് ആ സംഗീതമുള്ള ഭാഷ, നമ്മുടെ ഭാഷ എന്നും എല്ലാം അനുഭവപ്പെടുത്തി തന്നു. അതിനെയാണ് ഇപ്പോൾ ഇവിടെ പെർഫോമൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ തെയ്യം പെർഫോമൻസ് പോയട്രി തന്നെയാണ്. VT മുരളി തെറ്റിപ്പോയാൽ പറഞ്ഞു തരും. പെർഫോമൻസ് പോയട്രിയാണ് തെയ്യം. ഓട്ടംതുള്ളൽ പെർഫോമൻസ് പോയട്രിയാണ്. പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ. പടയണി അതും പെർഫോമൻസാണ്. നമുക്കെല്ലാം പെർഫോമൻസാണ്. 1976 ശേഷം അമേരിക്കയിൽ പെർഫോമൻസ് പോയട്രി വന്നപ്പോൾ
നമുക്കും അതുപോലെ വേണമല്ലോ എന്ന് ഭാരതീയർക്കോ കേരളീയർക്കോ ഒക്കെ തോന്നി. നമ്മളെപ്പോഴും മേക്കുനോക്കികളാണ്. പടിഞ്ഞാറ് എന്ത് കിട്ടും അതനുകരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ തെയ്യം, നമ്മുടെ പാട്ടുകൾ ഇതെല്ലാം സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും നമ്മൾ വിസ്മരിച്ചു. അതാണ് നോക്കേണ്ടത്. അമേരിക്കയിലൊക്കെ ഇത് വേറെ ഒരു വരവായിരുന്നു. ന്യൂയോർക്കൻ പോയറ്റ്സ് എന്ന പേരിൽ മിഗുവേൽ എൽഗാരിൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ 1980 തൊട്ട് പുതിയ ഒരു പോയട്രി കഫേ തുടങ്ങി, ന്യൂയോർക്കൻ പോയറ്റ്സ് കഫേ. ആ ന്യൂയോർക്കൻ പോയറ്റ്സ് കഫേ അവിടുത്തെ ആളുകളെല്ലാം ആകർഷിച്ചു. പിന്നെ പോയട്രി സ്ലാം തുടങ്ങി. ഇതെല്ലാം രംഗത്ത് കവിത അവതരിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ അതിനും മുമ്പ് അമേരിക്കക്കാരൻ ഇത് സ്വപ്നം കാണും മുമ്പ് നമ്മുടെ നാടോടി പാട്ടുകാരന്മാരും നമ്മുടെ നാടൻ കലാകാരന്മാരും നമുക്കിവിടെ അവതരിപ്പിച്ചു തന്നു. മാത്രമല്ല, പുതിയ കാലത്ത് ആ നാടൻ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടും ഒരു അയ്യപ്പ പണിക്കൻ, ഒരു കാവാലവും, ഒരു കടമ്മനിട്ടയും, ഒരു നെടുമുടി വേണു, ഒരു വിനയേന്ദ്രനും ഒക്കെ ഓടി നടന്നു പാടി. നമ്മുടെ പെർഫോമൻസ് പോയിട്രി അതായിരുന്നു. അതാലോചിക്കണം. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അതറിയില്ല. എവിടെയെല്ലാം പോയിട്ടാണ് പാടിയത്. ആ പാട്ടിൽ ഉണർന്നവരാണ് ഞങ്ങളൊക്കെ. എനിക്കവർ ഗുരുക്കന്മാരാണ്. അങ്ങനെയാണ് ഞാനും ഇത്തിരി ചിറക് വയ്ക്കാൻ തുടങ്ങിയത്. കഷ്ടിച്ച് വായി തോന്നിയത് പാടുന്ന സ്വഭാവം എനിക്കുണ്ടായി. തോന്നിപ്പാടുന്നതാണ് കവിത. ONV സാർ അങ്ങനെ പറയുമായിരുന്നു, തോന്നിയാക്ഷരം എന്ന്. ആ തോന്നിപ്പാടുന്ന രീതി മലയാളിക്കുണ്ട്, തമിഴകത്തുള്ള എല്ലാവർക്കും ഉണ്ട്, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യ ഒരു പാട്ടിൻ്റെ രാജ്യമാണ്. പാട്ടിൻ്റെ രാജ്യമാണ്. ഇത്രയധികം കൈവഴികളുള്ള, ശാഖകളുള്ള സംഗീതപ്പുഴകൾ ലോകത്ത് വേറെ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ ഈ കവിതയുമായിട്ട് ഞാൻ തന്നെ 1988 PJT ഹാളിൽ ആദ്യമായിട്ട് സംഗീതോപകരണങ്ങളോടുകൂടി കവിത അവതരിപ്പിച്ചു. എൻ്റെ മുന്നിൽ നിന്നത്, അതിന് പേര് തന്നത് ONV കുറുപ്പ് സാറാണ്. കൈരളിയുടെ കഥ എന്ന പേര് തന്നത് ONV കുറുപ്പ് സാറാണ്. 1988 ആ 88 ശേഷം കുറഞ്ഞത് 30-40 വേദികളിൽ ഞാൻ ഇതുപോലെ നമ്മുടെ കേരളത്തിൻ്റേതായ എല്ലാ ഉപകരണങ്ങളെയും വെച്ച് എല്ലാ ആൾക്കാരെയും കൂട്ടി പലയിടത്തും പോയി കവിത പാടി. അങ്ങനെ ഒരുപാട് പേര് അതിലേക്ക് പിന്നെ വന്നു. ഇത് 2000 മുമ്പുള്ള കഥയാണ്. 1999 വരെ അല്ലെങ്കിൽ 2000-2001 വരെ ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. അത് ഞങ്ങളുടെ ഒരു മാനസികമായ ആവശ്യമായിരുന്നു. ഈ നാടിൻ്റെ പാട്ട് പാടാൻ ഇറങ്ങി നടന്ന പാണന്മാരായിട്ടാണ് ഞങ്ങൾ പോയത്. ഒരുപാട് കുട്ടികൾ അതിൻ്റെ പുറകെ വന്നു. നാട് ഒരുമിച്ച് പാടുമ്പോൾ ഒരു മനസ്സ് ഉണ്ടാവും. ഒരുമിച്ച് പാടണമെന്നും ഒരുമിച്ച് കൂടണമെന്നും ഒരുമിച്ച് ചിന്തിക്കണമെന്നും ഒരേ മനസ്സിൻ്റെ തരംഗത്തിൽ സഞ്ചരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നവരാണ് എല്ലാ നല്ല കവികളും. അവർ മനുഷ്യർ മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും ചേർന്നുള്ള ഒരു മഹാബന്ധത്തെയാണ് മനസ്സാ കണ്ടത്. ആ മഹാബന്ധം നഷ്ടപ്പെടുമ്പോഴെല്ലാം അവർ നിലവിളിക്കുകയോ വിലപിക്കുകയോ ചിലപ്പോൾ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യനെയും അവിടെ തരതമഭേദങ്ങൾ ഒന്നുമില്ല. ഉച്ചാവചങ്ങളാം ഓമൽസുമങ്ങളാൽ മെച്ചമേർന്നൊഴി ആരാമത്തിൽ ദേവൻ വനമാലിക്കാനന്ദം ഏകാത്ത പൂവൊന്നുമില്ല എന്നത് ഓർത്തുകൊള്ളുവിൻ. ഏറ്റവും കുഞ്ഞു പൂവും ഏറ്റവും വലിയ പൂവും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് കരുതുന്ന മഹാകവി കുമാരനാശാൻ എഴുതിയതാണ് ഈ ദുരവസ്ഥയിലെ ഈ വരികൾ. എല്ലാ പൂവും ഒരേ സൃഷ്ടി. അതാണ് ക്രിസ്തു മലയിലെ പ്രസംഗത്തിലും പറഞ്ഞത്. പാവന സൂര്യദീപം കൊളുർത്തുന്നു പാരിൽ ഈശ്വരൻ എല്ലാവർക്കും. പാപി എന്നില്ല, പുണ്യവാൻ എന്നില്ല, സ്നേഹമാണ് അവൻ എല്ലാവർക്കും. ഈശ്വരൻ പഠിപ്പിച്ചാലും സ്നേഹം തന്നെയാണ് പഠിപ്പിക്കുന്നത്. മഹാത്മാക്കൾ പഠിപ്പിച്ചാലും സ്നേഹം തന്നെയാണ് പഠിപ്പിക്കുന്നത്.
ഹൃദയം കൊണ്ട് ജീവിക്കുക, ഉദരം കൊണ്ടല്ല ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ പെരുങ്കവികളെല്ലാം. ആ പെരുങ്കവികളുടെ പുറകെ പോകാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ പിശാചുക്കൾ കുടിയിരിക്കാൻ തുടങ്ങി. നമ്മൾ ഇന്നൊരുത്തനെ വിശ്വസിക്കുന്നില്ല, ഒരുത്തനെ സ്നേഹത്തോടെ നോക്കുന്നില്ല, എവിടെയും ദുഷ്പ്രവാദം പറയുന്നു, ആർക്കുമെതിരെ എന്തും എഴുതി വിടാമെന്നൊരു തോന്നലുണ്ടായിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ മുഴുവൻ ദുഷ്കീടങ്ങൾ വന്നു കൂടിയിരിക്കുന്നു. ആർക്കും എതിരെ എന്ത് ചെയ്യാം എന്നാലോചിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയും അത് മാത്രമേ ഉള്ളൂ. മനസ്സിൽ നിന്ന് ഈ ദുഷിച്ച കീടങ്ങൾ ഇറക്കി വിട്ടില്ലെങ്കിൽ അവ കരണ്ട് 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 തിന്നുന്നത് ഓരോ വ്യക്തിയെയുമായിരിക്കും. അവനവനെ തന്നെ നശിപ്പിക്കുന്ന വിഷകീടങ്ങളാണിത്. ഈ കീടങ്ങൾ നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹം മുഴുവൻ വിവേകാനന്ദൻ പറഞ്ഞതിനും അപ്പുറത്തുള്ള കടുത്ത മനോരോഗത്തിലേക്ക് പോയിട്ടുണ്ട്. കവിതയാണ് ഔഷധം, ഭാഷയാണ് നമ്മുടെ ആശ്രയം. ഒരു ഭാഷ ഒരു ജനത്തിൻ്റെ മുഴുവനും പ്രാണധാരയാണ് എന്ന് കണക്കാക്കിയാൽ, ആ ഭാഷയിൽ ഒന്നിച്ചാൽ മാത്രമേ ഒരു നാട് ഒന്നിക്കൂ. മറ്റെല്ലാവരും നമ്മൾ ഭിന്നിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാഷയിൽ ഒന്നിക്കാൻ നമ്മെ എപ്പോഴും സഹായിക്കുന്നത് എല്ലാ ഭാഷയെയും സുന്ദരമായി കണ്ട് നമ്മോട് അതത് ഭാഷയിൽ സംസാരിച്ച നമ്മുടെ വലിയ വലിയ എഴുത്തുകാരാണ്. ആ എഴുത്തുകാർ, കവികൾ, അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ, നാടകകാരന്മാർ, നോവലിസ്റ്റുകൾ, ഇവരെല്ലാവരും കവികളാണ്. ആ കവികളുടെ പുറകെ പോകാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സുകൾ പുറ്റുപിടിച്ചു പോയി. പള്ളിക്കൂടങ്ങളിൽ കവിതയ്ക്ക്, സാഹിത്യത്തിന് തീരെ കുറച്ച് സ്ഥാനമേ ഉള്ളൂ. രക്ഷിതാക്കളുടെ ഇടയ്ക്ക് വളരെ കുറച്ച് സ്ഥാനമേ ഉള്ളൂ. അത് വേദനയോടുകൂടിയാണ് പറയുന്നത്. ഓരോ കുട്ടിയെയും സാഹിത്യത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ രക്ഷിതാക്കളും കൂടെയാണ്, പല വിദ്യാലയങ്ങളുമാണ്. ഈ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനുഷ്യത്വത്തിലേക്ക് നടക്കുന്നു, സൗന്ദര്യത്തിലേക്ക് നടക്കുന്നു, സ്നേഹത്തിലേക്ക് നടക്കുന്നു. കുട്ടികളെ അങ്ങനെ നടത്തിയില്ലെങ്കിൽ അവർ ഭ്രാന്ത് പിടിച്ചവരായി പോവും. അത്തരമൊരു അവസ്ഥ വരാതിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉപസംഹരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളീയം സഫലമാകുന്നത് ഭാഷയ്ക്ക് ഈ നാട്ടിൽ പ്രാധാന്യമുണ്ടാകുമ്പോഴാണ്. ഭാഷയെ ഉറപ്പിക്കുക അത് സർക്കാരും ചെയ്യണം, ജനവും ചെയ്യണം. ഭാഷയെ എല്ലാവിധത്തിലും ആദരിക്കുകയും ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ഈ ഭാഷാ സാഹിത്യ കൃതികളിൽ കൂടെ തന്നെ സഞ്ചരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്പം ഇടവേള കൊടുക്കുകയും ചെയ്യണം. ആ ഇടവേള കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവർ മഹത്തായ ആകാശങ്ങളെ സൃഷ്ടിക്കും. അവർ സൃഷ്ടിക്കുന്ന ആകാശം നമ്മുടേതും കൂടെ ആയി വരും. ഞാൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. കുഞ്ഞുങ്ങൾ പുതിയ ആകാശം നമുക്ക് വിടർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ശക്തി കൊടുത്തില്ലെങ്കിൽ ഞാൻ പഴയ തലമുറയിൽപ്പെട്ട കഴിവുള്ളവൻ അല്ല, പാപിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ശക്തി കൊടുക്കാനാണ് നമ്മുടെ ജന്മങ്ങൾ. അങ്ങനെയാണെങ്കിൽ എല്ലാ കുഞ്ഞും ഒരുപോലെയാണ്. ഒരു കുഞ്ഞും പാഴാകരുത്, പതിരാകരുത്. ഒരു കുഞ്ഞു പതിരായാൽ അതെൻ്റെ കുഴപ്പമാണ് എന്ന് കരുതാനുള്ള ഒരു മനസ്സെങ്കിലും സമൂഹത്തിനും സർക്കാരിനും ഉണ്ടാകണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടുകൂടി വരുകാലത്തെ കുഞ്ഞുങ്ങൾക്കായി സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും പ്രകൃതിയുടെ നിയമത്തിൻ്റെയും ഈ മഹാവേദി തുറന്നിട്ട് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വലിയ സന്തോഷം സാറേ. വളരെ മനോഹരമായ വാചകങ്ങൾ എപ്പോഴും വർത്തമാനം പറയുന്ന ആളുകൂടിയാണ് സാർ. നേരത്തെ പറഞ്ഞു നമ്മൾ ഹൃദയം കൊണ്ട് വർത്തമാനം പറയണമെന്ന്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്തിരി കടന്നു പോയാലും പ്രണയത്തെ ഇത്ര മനോഹരമായി പറഞ്ഞത് എൻ്റെ തലമുറയിൽപ്പെട്ടവരൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന സാറിൻ്റെ തന്നെ ഒരു ഗാനമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു, നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. അങ്ങനെ ഒന്നും കുരുക്കാൻ പറ്റാത്തതാണ് നമ്മുടെ കുഴപ്പം. അതാണ് ഞാൻ പറഞ്ഞത്. സാർ, ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ്. അത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ ഒന്ന് കൈയടിക്കുക.
ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. അവര് നിങ്ങൾ വായിക്കൂലേ? ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിൻ ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിൻ ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെന്ന് വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെന്ന് വേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. കനവിൻ്റെ കനവായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശം എങ്ങു വേറെ. ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ട് തളരുമ്പോഴും കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു.
അഭയം തിരഞ്ഞു പോകുന്നു, നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം. അടിയനിനിയുമുണ്ടാം ജന്മം, അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടി മുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. ഈ വരി നമ്മൾ ശ്രദ്ധിക്കാത്ത പാപം ഉള്ളൂർ എന്ന മഹാകവി എഴുതിയ ഈ വരി ഓരോ മലയാളിയും ദിവസവും ഉരുവിടണം. നിങ്ങൾ മണ്ണിനെ സ്നേഹിക്കുമ്പോൾ, ഞാൻ ഒരു മണ്ണിനെ സ്നേഹിക്കുമ്പോൾ അതിലെ കൊച്ചു പുഴുവിനെയും കൂടെ സ്നേഹിക്കും. മണ്ണിനെ സ്നേഹിക്കുമ്പോൾ ആരും നമുക്ക് ശത്രുവാവില്ല എന്ന് പഠിപ്പിച്ച വലിയ മനുഷ്യനാണ്, വലിയ മനുഷ്യനല്ല, ദേവതുല്യനായ മനുഷ്യനാണ് മഹാകവി ഉള്ളൂർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ കവിത അവസാനിപ്പിക്കുമ്പോൾ, എൻ്റെ കവിത അവസാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മഹാകവി എൻ്റെ മനസ്സിൽ കയറി വന്നതാണ്. ഈ കവിത പ്രണയത്തിനു മാത്രമല്ല, ഈശ്വരനു മാത്രമല്ല, സ്വന്തം ഭാഷയ്ക്കും കൂടെ സമർപ്പിക്കപ്പെട്ട കവിതയാണ്. അതുകൊണ്ടാണ് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്ന് ഞാൻ എഴുതിയത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് വർണ്ണങ്ങൾ വിരിച്ച് തരുന്ന ഒരു മഹാനാദമയൂഖമാണ് നമ്മുടെ ഭാഷ. അതിലാണ് നമ്മുടെ എല്ലാ ചിന്തയും എല്ലാ വികാരവും പുഷ്പിക്കുന്നത്. ഈ ഭാഷയിൽ ഉറച്ച് കേരളം മുന്നോട്ട് പോകട്ടെ. അതിന് എല്ലാ കരുത്തും ഈ ഭരിക്കുന്നവർക്ക് കൊടുക്കാൻ നമ്മുടെ ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ദുർബലമായ ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം സാർ. ഹൃദയം നിറഞ്ഞ നന്ദിയും അർപ്പിക്കുന്നു. വളരെ മനോഹരമായി ഈ വലിയ സംരംഭത്തെ വാക്കുകൾ കൊണ്ടും കവിതകൾ കൊണ്ടും വർത്തമാനം കൊണ്ടും വളരെ ധന്യമായി ഉദ്ഘാടനം ചെയ്ത മധുസൂദനൻ സാറിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. എന്താണ് ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്ന ആത്മശിഖരത്തിലൊരു കൂട് തന്നു ആത്മശിഖരത്തിലൊരു കൂട് തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോൾ നേർത്തുരരിവിധം താരാട്ടു തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും
നേർത്തുരറിവിതൻ താരാട്ടു തളരുമ്പോൾ കനിവിലൊരു കല്ല് കനി മധുരമാവുമ്പോൾ കാലവിടരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊടുത്തിരിക്കുന്നു നിന്നിൽ അഭയം തിരിഞ്ഞു പോകുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ മനോഹരമായി സാറിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. വേദയാണ് ഈ പരിപാടി വാസ്തവത്തിൽ ഉദ്ഘാടനം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? വലിയ സന്തോഷം വേദയ്ക്കും കേട്ടോ. മിടുക്കി, സാറിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കയറി വന്നത്. അതിൽ ഒരു ഹിൻ്റെങ്കിലും തരണ്ടേ, ഞാൻ വരുന്നു എന്ന് പറയാൻ. മിടുക്കിയായ എന്തായാലും ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷ. അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന മധുസൂദന സാറിനെ തന്നെ ഈ വേദിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കിട്ടിയത് വളരെ മനോഹരമായിരുന്നു. അതുപോലെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന മറ്റൊരു വളരെ പ്രശസ്തനായ ഇത്രയും കവിത ചൊല്ലലുകളിലൂടെ ജനകീയമാക്കിയ VT മുരളി സാറിനെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ സ്വാഗതം സാർ. VT മുരളി സാറിനെ കുറിച്ചൊന്നും മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത സഹൃദയനായ ഒരു ആൾ കൂടിയാണ് VT മുരളി സാറ്. മുരളി സാറ് പാടാൻ പോകുന്നത് കവിതയും അതിനെക്കുറിച്ചും ഒക്കെ മുരളി സാറ് തന്നെ സംസാരിച്ച് നിങ്ങളോടൊത്ത് അത് സംവദിക്കും. ഇനി പാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി VT മുരളി സാറിൻ്റെ കരങ്ങളിലേക്ക് വളരെ ഭദ്രമായി ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഭാഷയാണ് അമ്മ എന്ന അർത്ഥം വരുന്ന ഒരു പരിപാടിയാണ്. ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു പാട്ട് പിന്നെയും എന്ന ഒരു കവിതയാണ്. ആ കവിത ഞാൻ നേരത്തെ പാടിയിട്ടുള്ളതാണ്. അതിവിടെ ഞാൻ അവതരിപ്പിക്കുന്നു. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി അഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി നോവുമെന്നോർത്തു പതുക്കെയനങ്ങാതെ പാവം പണി പെട്ടുപാടിരുന്നു ഇടറുമിഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ട
പതുക്കെ അനങ്ങാതെ പാവം പണി പെട്ടു പാടിടുന്നു. ഇടറുമി ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മെയ്ച്ചൂടിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊടിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങുമി പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമര ചോട്ടിലെ പുല്ലുമുണ്ട്. ഇരുളിൽ തിളങ്ങുമി പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമര ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയ വിരിവാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയ വിരിവാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ. ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ. ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ,
ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. വളരെ നന്ദി വി ടി മുരളിയേട്ട. ഒപ്പം ഈ ഓരോ പരിപാടികൾ കഴിയുന്നതോറും നിങ്ങളുടെ ഒരു റെസ്പോൺസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അത് നമ്മൾ കേട്ടു എന്ന് നമ്മളെ കേൾപ്പിക്കാനുള്ള വലിയൊരു മറുപടിയാണ് ഈ കയ്യടി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ എല്ലാ ഈ ഷോയിലും ഒക്കെ ചെന്നിട്ട് നിങ്ങളൊന്ന് കയ്യടിക്കുമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ നേരം നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓരോ പരിപാടികൾ കഴിയുന്തോറും ഞങ്ങളിത് കേട്ടു എന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി വെറുതെ ഒന്ന് കൈയടിക്കുക. ഇനി അടുത്തൊരു വലിയ ദിശാവിഷ്കാരമാണ്. കനൽപ്പൊട്ടെന്ന് പറയുന്ന ശ്രീ മുരുകൻ കാട്ടാക്കട എഴുതിയ വളരെ മനോഹരമായ ഈ അടുത്ത കാലത്തിറങ്ങിയ വലിയൊരു കവിതയാണത്. വലിയ ഒരു സമരസപ്പെടലിൻ്റെയും അല്ലെങ്കിൽ വലിയൊരു ചെറുത്തുനിൽപ്പിൻ്റെയും വലിയൊരു കവിതയാണിത്. കനൽപ്പൊട്ടു, സ്ത്രീധനം. മലയാളിയുടെ എൻ്റെ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയൊരു മനോഭാവം എന്ന് പറയുന്നത് മകൻ പെണ്ണ് കെട്ടുമ്പോൾ സ്ത്രീധനം വാങ്ങിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷേ മകളെ അയക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ വലിയ വിമുഖതയുമായിരിക്കും. ഇത് രണ്ടും കൂടെ പറയാം. ഇത് രണ്ടും വാങ്ങരുതെന്ന് പറയാനും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എത്ര കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയൊരു സാധനത്തിൻ്റെ പേരാണ് സ്ത്രീധനം. ആ സ്ത്രീധനത്തെ ഈ അടുത്ത കാലത്തിൽ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വരികളിലൂടെ നിർവചിച്ച കവി വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ എൻ്റെ ചുരുങ്ങിയ വായനയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. നാണമില്ലേ ആണതെന്ന പേര് ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പ് തിന്ന് വാഴുവാൻ. ഇതാണ് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റിനെ മുരുകൻ കാട്ടാക്കട ഈ കനൽപ്പൊട്ട് എന്ന് പറയുന്ന ഈ കവിതയിലൂടെ നിർവചിച്ചിരിക്കുന്നത്. ഈ കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഉമേഷ് കല്യാശ്ശേരിയാണ്. 10-30 കൊല്ലക്കാലമായി മലയാളത്തിൻ്റെ അല്ലെങ്കിൽ നാടക മേഖലകളിലും ദൃശ്യാവിഷ്കാര വേദിയിലുമൊക്കെ വളരെ മനോഹരമായി സഞ്ചരിക്കുന്ന ഒരാളും അതുപോലെ തന്നെ അലൈന എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഒരു വലിയ താരവും ഒക്കെ ആയ ആളാണ് അലൈന. 3-4 വർഷമായി തുടർച്ചയായി സ്കൂൾ കലോത്സവത്തിൽ ഏകാഭിനയത്തിൽ നിരന്തരമായി സമ്മാനം വാരി കൂട്ടുന്ന ഒരാൾ കൂടിയാണ്. അവർ നേതൃത്വം കൊടുക്കുന്ന ഈ രംഗ നൃത്ത ആവിഷ്കാരം കാണുക ബേസ്ഡ് ഓൺ കനൽപ്പൊട്ട് എന്ന കവിതയെ ആസ്പദമാക്കി. സ്വന്തം ശരീരമല്ലാതെ മറ്റൊന്നും അവൾക്ക് ഇല്ലാത്തതിനാൽ ആദ്യമായി അവളിൽ ആരോപിച്ച അടുക്കള ശങ്ക തൊട്ട് നീണ്ടുപോയ സ്മാർത്ഥ വിചാരങ്ങളിൽ ഉരുക്കഴിഞ്ഞ് അവിഹിത വേഴ്ചകളുടെ കളങ്കമത്രയും ആ പേരിനോട് പുണർന്നു കിടന്നു. ധാത്രിയുടെ ചാരിത്രശുദ്ധി ചോദ്യം ചെയ്യുന്നിടത്തോളം കാലം പുരുഷ മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ധാത്രിയുടെ സ്മാർത്ഥ വിചാരം നാം ഓരോരുത്തരുടെയും ആത്മവിചാരണയ്ക്ക് തന്നെ കാരണമാവും. പറഞ്ഞും കേട്ടും വിസ്തരിച്ചും ഒരു കാലത്തിനോളം വലുതായിപ്പോയ പെണ്ണിതിഹാസം കുറിയേടത്ത് ധാത്രി.
ವಿರಾಡ ಕುಮಾರ ವಿಭೋ ಚರುತರ ಗುಣ ಸಾಗರ ಭೋ ಚರುತರ ಗುಣ ಸಾಗರ ಭೋ ಮಾರಲವಣ್ಯ ತೋಂ ತತ್ತಿಂತಕ್ಕ ಮಾರಲವಣ್ಯ ನಾರಿ ಮನೋಗಾರಿ ತರುಣ್ಯ ನಾರಿ ಮನೋಗಾರಿ ತರುಣ್ಯ ಜಯ ಜಯ ಭೂರಿ ಕಾರುಣ್ಯ ಜಯ ಜಯ ಭೂರಿ ಕಾರುಣ್ಯ വന്നിടുക ചാരത്തിക ഭാര്യ തവ നേരൊത്തവരാരുത്തര ചാരത്തിക ഭാരിൽ തവ നേരൊത്തവരാരുത്തര സരസ്യ സരമറിവതിനും നല്ല സരസ്യ സരമറിവതി നല്ല മാരസ്യ ലീലകൾ ചെയ്വതിനു നല്ല മാരസ്യ ലീലകൾ ചെയ്വതിനും നാളികലോചന മാരേ നാം നാളികലോചന മാരേ നാം വിളകളഞ്ഞു വിവിധ മോറോ വിളകളഞ്ഞു വിവിധ മോറോ കേളികളാടി കേളികളാടി മൂതാരാഗമാലകൾ പാടി മൂതാരാഗമാലകൾ പാടി കരം കൊട്ടി ചാലവേ ചാടി കരം കൊട്ടി ചാലവേ ചാടി തിരുമുമ്പിൽ താളത്തൊടു മേളത്തൊടു മേളിച്ചനുകൂലത്തൊടു താളത്തൊടു മേളത്തൊടു മേളിച്ചനുകൂലത്തൊടു ആളികളെ നടനം ചെയ്തിടണം നല്ല ആളികളെ നടനം ചെയ്തിടണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം തരമൊന്നു പാടിടുവാൻ തരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ ഉദ്യോഗമേതും കുറയ്ക്കരുതേ വിദ്യുല്ല താങ്കി വിദ്യുല്ല താങ്കി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യോമതാങ്കി കലർന്നു നീ സദ്യോമതാങ്കി ധണം തകതദ്ദിമി തത്തയ്യം തത്വം തത്വമെന്നും തദ്ദിമി തത്തയ്യ തത്വം തത്വമെന്നും മദ്ദളം വാദയ ചന്ദ്രലേഖെ നല്ല മദ്ദളം വാദയ ചന്ദ്രലേഖെ നല്ല പദ്യങ്ങൾ ചൊൽക നീരത്നലേഖെ നല്ല പദ്യങ്ങൾ ചൊൽക നീരത്നലേഖെ
പാണിവളകൾ കിലുങ്ങിടവേ ഭാരം പാണിവളകൾ കിലുങ്ങിടവേ ഭാരം ചെണുറ്റ കൊങ്ക കുലുങ്ങിടവേ ചെണുറ്റ കൊങ്ക കുലുങ്ങിടവേ വെണിയഴിഞ്ഞു വെണിയഴിഞ്ഞു നവസുമ ശ്രേണി പൊഴിഞ്ഞു നവസുമ ശ്രേണി പൊഴിഞ്ഞു കളമൃദുവാണി മൊഴിഞ്ഞു കളമൃദുവാണി മൊഴിഞ്ഞു സഖിക്കേ കല്യാണി ഘനവേണി സുഖവാണി ശുശ്രൂൺ കല്യാണി ഘനവേണി സുഖവാണി ശുശ്രൂൺ ഇണങ്ങി കുമ്മിയടിച്ചിടണം നാം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മി അടിച്ചിടണം നന്നായി വണങ്ങി കുമ്മി തകതദ്ദിമി തത്തയ്യം തത്വം തത്വമെന്നും തദ്ദിമി തത്തയ്യ തത്വം തത്വമെന്നും മദ്ദളം വാദയ ചന്ദ്രലേഖേ നല്ല മദ്ദളം വാദയ ചന്ദ്രലേഖേ നല്ല പദ്യങ്ങൾ ചൊൽക നീരത്നലേഖേ നല്ല പദ്യങ്ങൾ ചൊൽക നീരത്നലേഖേ പാണിവളകൾ കിലുങ്ങിടവേ ഭാരം പാണിവളകൾ കിലുങ്ങിടവേ ഭാരം ചെണുറ്റ കൊങ്ക കുലുങ്ങിടവേ ചെണുറ്റ കൊങ്ക കുലുങ്ങിടവേ വെണിയഴിഞ്ഞു വെണിയഴിഞ്ഞു നവസുമ ശ്രേണി വിറ്റുപോകുന്ന പെൺമക്കൾക്കായി കനൽപൊട്ട് ശ്രേണി പൊഴി ആദ്യവാദമെന്ന
ഭരിച്ചിടാതെ തോളൊരുമ്മിയാൽ ആരുമാരെയും ഭരിച്ചിടാതെ തോളൊരുമ്മിയാൽ നാടടക്കി നാടടക്കി ക്ഷീരവധം കൂടടക്കി ആരി മഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി ആവിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ നാടടക്കി നാടടക്കി ക്ഷീരവധം കൂടടക്കി ആരി മഹാമാരികൾ തൻ പേരൊടുക്കി പോരൊടുക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി ആവിദേവരച്ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ ഒഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും ഒഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യരിത്രമേലുദാന്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പൊഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. വളരെ നന്ദി. വളരെ മനോഹരമായ കവിതയുടെ മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു. നിറഞ്ഞ കയ്യടി കൊടുക്കാം എന്നുള്ളതാണ്. നിറഞ്ഞ കയ്യടി കൊടുക്കുക. ഒരു കാലിക പ്രസക്തിയുള്ള വിഷയത്തെ അതുപോലെ തന്നെ വലിയ മനോഹരമായ രീതിയിൽ 50ഓളം കലാകാരന്മാരും കലാകാരികളും ഒരുമിച്ച് ദൃശ്യാവിഷ്കാരം നടത്തിയ ഒരു വലിയ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കയ്യടി കൊടുക്കുക. ഇനി എന്തായാലും ലക്ഷ്മിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലക്ഷ്മിയെ പരിചയപ്പെടുത്തിയാൽ മാമ്പഴം എന്ന് പറയുന്ന വലിയ റിയാലിറ്റി ഷോയിലൂടെ തന്നെ മലയാളിക്ക് ചിരപരിചിതമായ മനോഹരമായ കവിതകൾ നമുക്ക് ചൊല്ലി തന്ന ഒരാൾ കൂടിയാണ് ലക്ഷ്മി ദാസ് അല്ലേ? കുമാരനാശാൻ്റെ കവിത കരുണ എന്ന കവിതയാണ് ലക്ഷ്മി ഇവിടെ ചൊല്ലാൻ പോകുന്നത്. അപ്പോൾ ആസ്വദിക്കുക. അനുപമ കൃപാനിധിയഖില ബാന്ധവൻ ശാക്യജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥിതൻ കിഴക്കരികിൽ കാളിമ കാളുന്ന ബസ്സേ ഉമ്മ വയ്ക്കും മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലാർ നഗത്താളിരുന്നാൽ കാണും ചെറു മതിലിനുള്ളിൽ ചിന്നിയ പൂങ്കുലകള പട്ടുതൊങ്ങൽ ചൂടുമോരു പൊന്നശോകം വീടുർത്തിയ കുടതൻ കീഴിൽ മസൃണശിലാസനത്തിൻ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിസൃമര സുരഭിയാമുപധാനത്തിൽ മെല്ലയൊട്ടു ചാഞ്ഞും വക്കിൽ കസവുമിന്നും പൂവാട തെല്ലളകോപരിയൊരു വശത്താക്കിയും കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്ത മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ടുകാണുമാറുമതിനടിയിൽ
വലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വച്ചും രാമച്ചവിഷറി പനി നീരിൽ മുക്കി തോഴിയെ കൊണ്ടോമൽ കൈവളകിലുങ്ങി ഒട്ടുവീശിച്ചും കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി കൊണ്ടൽ വേണി വണിയവൾ കുതുകമാർന്നൊരു മലച്ചെണ്ടൊരു കരവല്ലിയാൽ ചുഴറ്റിടുന്നു ഇളം തെന്നൽ തട്ടി മെല്ലെ ഇളകി ചെറുതരങ്ങൾ ചുളി ചേരും മൃദുചേല ചോലയിൽ നിന്നും വെളിയിൽ വരുമച്ചാരുവാമേതര പദാബ്ജം കൊൻ തളകിലുങ്ങുമാറവൾ ചലിപ്പിക്കുന്നു വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിൽ അറിയാതില്ലിവളെ ആരും വെളിയിലെന്തിനോ പോയി മടങ്ങി വരും വേറൊരു നളിനാക്ഷി നടന്നിതാ നടയിലായി കനിഞ്ഞൊന്നു പുഞ്ചിരി പൂണ്ടവളെ അക്കാമിനി കാർക്കൂനു ചില്ലി കോടി കാട്ടി വിളിച്ചിടുന്നു ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്നവല്ലരീരസം കലർന്നിതോ നല്ല നീയും കനിയായിതോ എനിക്കു സന്ദേഹമില്ല ഇക്കുറിയോർക്കില പൂമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ ത്വരയാർന്നിങ്ങനെ അവൾ തുടർന്നു ചോദിച്ചാൾ ഉടനരികത്തണിഞ്ഞു തോഴി തോഴു കൈയോടെ സമയമായില്ലെന്നു താനിപ്പോഴും സ്വാമിനിയവൻ വിമനസ്സായുരയ്ക്കുന്നു വിഷമമെന്നാൾ കുണ്ഠിതയായിതു കേട്ടു പുരീകം കോട്ടിയും കളിച്ചെണ്ടു ചെറ്റു ചോടിച്ചൂടൻ വലിച്ചെറിഞ്ഞും മട്ടൊഴുകും വാണിയവൾ ചൊല്ലിനാൾ മനമുഴറി ഒട്ടുതോഴിയോടായൊട്ടു സ്വഗതമായും സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴി കാടു ചൊല്ലുന്നതാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കുമീ ഉൽപ്പലബാണൻ പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കയാവാമസാധു ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ വശംവദ സുഖ ഞാനീ വശക്കേടെനിക്കു വരാൻ വശമില്ലെന്നാലും വന്നതായുക്തമല്ല വിശപ്പിന്നു വിഭവങ്ങൾ വേറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കോതിയാമാർക്കും അനുരക്തരഹോധനപതികൾ നിത്യമൻ കാലിൽ കനകാഭിഷേകം ചെയ്തു തൊഴുതാൽ പോലും കനിഞ്ഞൊന്നു കടാക്ഷിപ്പാൻ മടിക്കും കണ്ണുകൾ കൊച്ചുമുനിയെ കാണുവാൻ മുട്ടി ഉഴറുന്നല്ലോ കുലനയ വിരുദ്ധമായി കൊഴുക്കുമി പ്രണയത്തിൻ നില നായികയിൽ കണ്ടു ഹസിച്ചു ദൂതി ചലതലകാഞ്ചലയാ ചാപലമീതരുതെന്നു തലവിലങ്ങനെയാട്ടി തിരസ്കരി
വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മ തിന്മതൻ ഫലമായിട്ടെന്ന ബോധം പൊരുളാണെങ്കിൽ കൊലയും കൊള്ളയും കൂടി കുലപരമ്പരയായാൽ നലമെന്നു ചൊല്ലും നീതി നൂന താൻ നൂനം ധനദുർദേവതയ്ക്കെന്നും കൃപ വിട്ടഹോ മോഹത്താൽ തനതങ്കം ഹോമിക്കുമി തയ്യലാൾ കൊള്ളി